ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിൽ തുടർച്ചയായ 4-ാം ദിവസവും നിയമസഭ കലുഷിതമായി. അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ കൊള്ളസംഘമാ എന്ന് ബാനർ ഉയർത്തിയായിരുന്നു സഭയിൽ ഇന്നത്തെ പ്രതിപക്ഷ പ്രതിഷേധം. അവിടെ തീർന്നില്ല. ബാനർ പിടിച്ചുവാങ്ങാൻ വാച്ച് ആൻഡ് വാർഡിനോട് സ്പീക്കർ നിർദ്ദേശിച്ചത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. കൂട്ടപ്പൊരിച്ചിലും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. വാച്ച് ആൻഡ് വാർഡ് ചീഫ് മാർഷലിന് പരിക്കേൽക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ. 3 പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷനും കിട്ടി. നടപടികൾ വെട്ടിച്ചുരുക്കി ഒരു ദിവസം നേരത്തെ പിരിഞ്ഞ 15-ാം നിയമസഭയുടെ 14-ാം സമ്മേളനം അടയാളപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയടക്കം സഭാതലത്തിൽ ഉയർത്തിയ ചില ദേഹനിന്ദാ പരാമർശങ്ങളുടെ പേരിൽ കൂടിയാണ്. ശബരിമല മോഷണ വിവാദം പ്രക്ഷോഭമായി തെരുവിലെത്തുമ്പോൾ സഭയിൽ നടന്ന സംഭവ വികാസങ്ങളെ വായിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും എങ്ങനെയാണ്? സ്വർണ്ണമോഷണത്തിലെ നെല്ലും പതിരും ഉടൻ തിരിയുമോ? ശബരിമല സ്വർണ്ണമോഷണത്തിൽ നിയമസഭയിൽ ഇന്നും നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ കൊള്ളസംഘമാണ് എന്ന് ബാനർ ഉയർത്തുകയായിരുന്നു പ്രതിപക്ഷം. പ്രതിഷേധിക്കുന്ന സമയത്ത് ബാനർ പിടിച്ചുവാങ്ങാൻ സ്പീക്കർ നിർദ്ദേശിച്ചതാണ് നാടകീയ രംഗങ്ങൾക്കൊക്കെ ഇടയാക്കിയത്. ആ ദൃശ്യങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശം സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി അംഗങ്ങളിൽ ഒരാളെ അപമാനിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതിലേക്ക് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് ന്യായീകരിച്ച് മന്ത്രി എം.ബി. രാജേഷ്. പ്രതിപക്ഷ നേതാവ് ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുന്നുവെന്നും രാജേഷ് സഭയിൽ കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം തള്ളി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് ആരെങ്കിലും മോഷ്ടിച്ചാൽ അത് തിരിച്ചുവെപ്പിക്കുമെന്നും വി.എൻ. വാസവൻ നിയമസഭയിൽ അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി പൊന്ന് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചവിടെ വെപ്പിക്കാനും അത് അടിച്ചു മാറ്റിയവനെ കയ്യാമം വെച്ച് കൽപ്പനം കിടക്കാനും ശേഷിയുള്ളൊരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് തുടക്കമിട്ടു. പന്തളത്ത് നടന്ന വിശ്വാസ സംഗമം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശരണം വിളിച്ച് ആണ് ഉദ്ഘാടനം ചെയ്തത്. തത്വമസി ഞാനും നീയും ഒന്നാകുന്നു, ദൈവവും ഭക്തനും ഒന്നിച്ചു ചേരുന്ന വിശ്വാസ ദർശനത്തിൻ്റെ പുണ്യഭൂമിയായ ശബരിമലയെ കള്ളന്മാരിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിനാണ് അയ്യപ്പൻ നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ BJPയുടെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പാലക്കാട് പോലീസും പ്രവർത്തകരുമായി ഏറ്റുമുട്ടി. കൊല്ലത്തും തൃശൂരിലും ജലപീരങ്കി പ്രയോഗിച്ചു. നിയമസഭയിലെ കയ്യാങ്കളിയിൽ 3 പ്രതിപക്ഷ MLA-മാർക്കെതിരെയാണ് നടപടിയുണ്ടായത്. വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ 3 MLA-മാർക്ക് സസ്പെൻഷനാണ് ഉണ്ടായത്. റോജി എം ജോൺ, സനീഷ് കുമാർ ജോസഫ്, M വിൻസെന്റ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. MLA-മാരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് M.B. രാജേഷാണ്. നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുമായി ഉണ്ടായ കയ്യാങ്കളിയിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റു. ചീഫ് മാർഷലിന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ MLA-യുടെ ചെറിയ ഉയരത്തെ പരിഹസിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി. സാധാരണ നിലയ്ക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെ എന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് വലിയ തോതിൽ ആക്രമിക്കാൻ പോയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ദേഹനിന്ദയാണെന്ന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ ആവശ്യപ്പെട്ടു.
വി ഡി സതീശനുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടിയും ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം വിവാദത്തിൽപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവിന് ആണത്തമുണ്ടെങ്കിൽ ഏത് കോടീശ്വരനാണ് ശില്പം വിറ്റതെന്ന് വ്യക്തമാക്കണം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കടകംപള്ളി ഇടനില നിന്ന് ദ്വാരപാലക ശില്പം വിറ്റെന്നായിരുന്നു വി ഡി സതീശന്റെ ആരോപണം. വിവാദമായതോടെ കടകംപള്ളി സുരേന്ദ്രൻ ആ പരാമർശം പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ ആവശ്യം പിൻവലിച്ചിട്ടില്ല. വി ഡി സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നിയമ നടപടിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന ആരോപണത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം, 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമസഭയിൽ ഭിന്നശേഷിക്കാരെ അധിക്ഷേപിക്കുന്ന പരാമർശവുമായി പി ചിത്തരഞ്ജനും. ആലപ്പുഴയിലെ പി ചിത്തരഞ്ജന്റെ MLA ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും ഇന്നുണ്ടായി. ഇതൊക്കെയാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്. സുനീഷ്, ഇതിപ്പോൾ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയ്ക്കായി. യഥാർത്ഥത്തിൽ അവിടുന്ന് സ്വർണ്ണമോഷണം സംഭവിച്ചോ എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി. സ്വാഭാവികമായും ഇതിങ്ങനെയൊക്കെയാണ് ഏത് കാലത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാലും സംഭവിക്കുക. അത് പരമാവധി പക്ഷേ കൊണ്ടുപോകാൻ ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നല്ലേ മുന്നോട്ട്? നിശ്ചയമായിട്ടും പ്രതിപക്ഷത്തിന് ഇതുവരെ സഭയ്ക്കകത്ത് അടിയന്തര പ്രമേയമായിട്ടും അല്ലാതെയുമൊക്കെ മുന്നോട്ട് വരുത്താൻ ശ്രമിച്ച വിഷയങ്ങളെക്കാൾ പ്രതിപക്ഷത്തിന് ഇതിനകത്തൊരു പ്രതീക്ഷയുള്ള വിഷയമായിട്ടുണ്ട് എന്ന് വേണം ഈ സംഭവങ്ങളെല്ലാം കണ്ടാൽ തോന്നാൻ. നമ്മൾ നോക്കുമ്പോൾ, പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ കൂടുതൽ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ ക്ഷീണം സംഭവിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഈ സ്വർണ്ണ പാളി സംഭവമായിട്ട് മാറി എന്നെനിക്ക് തോന്നുകയാണ്. അത് നിയമസഭയിൽ സുഖകരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, വാച്ചൻപാടിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു, 3 പ്രതിപക്ഷാംഗങ്ങൾക്ക് സസ്പെൻഷൻ കൊടുക്കേണ്ടി വന്നു, സ്പീക്കറുടെ ശബ്ദം വളരെയേറെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് തീർത്തും ശരിയല്ലാത്ത, അങ്ങേയറ്റം തള്ളിക്കളയേണ്ടുന്ന പ്രസ്താവനകൾ അവിടെ നിന്ന് വന്നു. അതും ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നു. അതിൽ തന്നെ ഏറ്റവും സുഖകരമല്ലാത്ത പരാമർശം ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. ഏറ്റവും പ്രായത്താലും മറ്റും ആ ഒരു പ്രായത്തിലും എക്സ്പീരിയൻസാലും ഒക്കെ ഒരു വന്ദിക്കേണ്ടുന്ന പ്രായത്തിൽ നിൽക്കുന്ന, ആ പദവി കൊണ്ടാണെങ്കിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി എന്നത് വളരെയേറെ ഒരുതരം സുഖകരമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. മുഖ്യമന്ത്രി നടത്തിയത് ബോഡി ഷെയ്മിങ് തന്നെയാണ്. നമ്മൾ ദേഹനിന്ദ എന്ന് പറയുന്ന സംഗതി തന്നെയാണ് ആ പരാമർശത്തിലുണ്ടായിരുന്നത്. MP രാജേഷ് വന്ന് പറയാണ് ആരെയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്ന ഒരാളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഈ പ്രതിഷേധത്തിനായിട്ട് കുറേ ആളുകൾ വന്നു, പക്ഷേ അതിന് വല്ലവും ശേഷിയുള്ള ആളാണോ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഈ പറയുന്ന ആൾക്കുയരമില്ല എന്ന കാര്യം എളുപ്പത്തിൽ വ്യക്തമാകുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള, ചെറുപ്പത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് അങ്ങോട്ട് പ്രയോഗിച്ചു. നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ലുകളൊക്കെ ആളുകളെ ഇൻസൾട്ട് ചെയ്യാനും പരിഹസിക്കാനും, പ്രത്യേകിച്ചും ഈ ശാരീരികമായിട്ട് ആളുകളെ കുറച്ചില്ലാതാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മുടെ നാട്ടിൻ്റെ ഭൂതകാലത്തിലുണ്ട്, എല്ലാ നാടുകളിലുണ്ട്. കാരണം അത് ഈ ജാതീയമായിട്ടൊക്കെ പലതരത്തിൽ നിൽക്കുന്ന ഇവർ തന്നെ സമരം ചെയ്ത് എതിർത്ത് കളഞ്ഞ ഭൂതകാലത്തിൽ മനുഷ്യരെ കുറച്ച് കാണിക്കുക, ഇല്ലാതാക്കുക, പരിഹസിക്കുക, ക്ഷീണിപ്പിച്ച് കളയുക, അതിനു വേണ്ടിയിട്ട് ഇത്തരം അഗ്രസീവായിട്ടുള്ള ശരീര പ്രത്യേകതകളെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകളും പഴഞ്ചൊല്ലുകളും ധാരാളമായിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടേത്. അപ്പം അതിനകത്ത് നിന്നൊരു സംഗതി നിയമസഭയിലേക്ക് എടുത്ത് പ്രയോഗിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആനുകൂല്യം നമുക്ക് കൊടുക്കാം. അദ്ദേഹം അത് പ്രയോഗിച്ച് ഇതേക്കാൾ കടുത്ത പരാമർശങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും കേരള രാഷ്ട്രീയത്തിൽ ആകെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയല്ല എന്ന് പറയാതെ പോകാൻ പറ്റില്ല. അത് അദ്ദേഹം നടത്തിയോണ്ടുള്ള ദോഷം എന്താണ്? അത് അദ്ദേഹം നടത്തിയതുകൊണ്ടുള്ള ദോഷം, ഒന്നിലേറെ ദോഷങ്ങളുണ്ടായി. ഒന്ന്, ഇതൊരു പ്രത്യേക MLA ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മാനഹാനി ഈ ഉയരം കുറഞ്ഞ എന്തോ കുഴപ്പമാണ് എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമായി മാറി. അത് നിയമസഭയ്ക്കകത്ത് എന്തും പറയാം എന്ന തോന്നലുണ്ടായി. അതേക്കാൾ കൂടുതലായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കണ്ടത്, മുഖ്യമന്ത്രി എന്ന ഉന്നതമായ പദവിയിലിരിക്കുന്ന നേതാവാണിത് പറഞ്ഞത് എന്തുകൊണ്ട് താരതമ്യേന രാഷ്ട്രീയമായിട്ടുള്ള ശരികളൊക്കെ സൂക്ഷിക്കുന്ന, പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധിജീവിതമൊക്കെയുള്ള MP രാജേഷിനെയും P രാജേഷിനെയും പോലുള്ള ആളുകളടക്കം ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഷംസീർ പറഞ്ഞ ഈ ഗാലറിയിലിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് മുന്നിൽ തെറ്റായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന നിലയുണ്ടായി. അത് പിന്നെ MP രാജേഷും P രാജീവും ഒക്കെ അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാനാണ് പോയത്. പക്ഷേ പി ചിത്തരഞ്ജന് ആ നിലക്കുള്ള ബൗദ്ധിക സംഗതി കാണിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇതേക്കാൾ വഷളായ ഒരു കാര്യം, ഇതേക്കാൾ മോശമായൊരു കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞു. ഒരു കാര്യമില്ലാത്ത കാര്യം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇത്തരത്തിൽ എതിർക്കപ്പെടേണ്ടുന്നൊരു പരാമർശം നടത്തിയില്ലായിരുന്നെങ്കിൽ ആ നിലക്ക് പി ചിത്തരഞ്ജൻ പോകില്ലായിരുന്നു. അവിടെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു സംഗതി എന്ന് കണ്ടത് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പരാമർശമാണ്. അദ്ദേഹം ആണത്തം എന്നൊക്കെ പറയുകയും അത് പുതിയ കാലത്തിന് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. ആ കാര്യം ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇത് ശരിയല്ലാത്ത, മുഖ്യമന്ത്രിയൊന്നും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിലെ എതിർക്കപ്പെടേണ്ടുന്ന നാക്കുപിഴകൾ വല്ലാതെ
പറയുന്ന ആളായിരുന്നില്ല നിയമസഭക്കകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ വന്നതോടുകൂടി ഈ പറയുന്ന കുഴപ്പങ്ങൾ ഉണ്ടായി എന്നതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഇതിപ്പോൾ സ്വർണ്ണപ്പാളി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തെരുവിലും നിയമസഭക്കകത്തുമൊക്കെ വലിയ പ്രതിഷേധ സംഗതികൾക്കകത്തുകൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. പ്രതിപക്ഷവും പക്ഷേ ഈ വാച്ചൻപാടിനോടുള്ള സംഘർഷവും മറ്റുമൊക്കെ ഇതേതെങ്കിലും നിലക്ക് നിയമസഭയിലെ വ്യവസ്ഥാപിതമായ സംഗതികളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ചർച്ചയും മറ്റും ചെയ്ത് അതിനെ പരിഹരിച്ച് പോകുന്നതിന് പകരം സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ പ്രതിപക്ഷവും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെക്കുറിച്ച് അത് ശരിയല്ലാത്തൊരു പ്രസ്താവനയായിട്ട് പിൻവലിക്കേണ്ടതായിരുന്നു. ചിത്തരഞ്ജൻ പറഞ്ഞതും ഇതുപോലെ തന്നെ അതായത് കയ്യില്ലാത്ത ആളുകളെക്കുറിച്ച് കുറച്ചുകൂടെ നിന്ദ്യമായിട്ടുള്ള ഭാഷയിൽ എന്തോ ഒരു ശരിയല്ലാത്ത ഭാഷയിൽ അവിടെ പറയേണ്ടതില്ലാത്ത ഭാഷയിൽ അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറയായിരുന്നു. അപ്പോൾ അത് ശരീര പ്രത്യേകതകൾ കൈയില്ലാതിരിക്കുക, ഉയരം കുറവാണ് എന്നൊക്കെ പറയുന്ന ശരീര പ്രത്യേകതകൾ വെച്ചിട്ട് ആരെങ്കിലും വിലയിരുത്താൻ നിന്നാൽ എല്ലാ മനുഷ്യരെയും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അത് നമ്മുടെ ഈ ജാതി വെറിയുള്ള ഭൂതകാലത്തിൽ നിന്ന് എടുക്കുന്ന വാക്കുകളാണെങ്കിൽ അതിതീക്ഷ്ണമായിട്ടും തീവ്രമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റും. അതിലാരും മുക്തരല്ല. പിണറായി വിജയനെതിരെ രണ്ട് വർത്തമാനം പറഞ്ഞേക്കാന്ന് വെച്ചാൽ അതിനും ഈ പഴയ കാലത്ത് നിന്ന് ഭൂതകാലത്ത് നിന്ന് ആളുകൾക്ക് ബോഡി ഷേമിംഗ് പരാമർശങ്ങളൊക്കെ കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ചു ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ വരെ തെറ്റില്ലാതെ ഇങ്ങനെ പോകുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഭാഷാ സംഗതികളെ കൂടുതൽ വഷളാക്കരുതെന്ന് രാഷ്ട്രീയക്കാരോട് നമ്മൾ ആവശ്യപ്പെടണം. അതിനാണ് ഞാൻ ഈ അവസ്ഥ ഉപയോഗിക്കുന്നത്. തീർച്ചയായും ഇതിനകത്ത് ഒരു കാര്യം, ഇത് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്ന പ്രതിപക്ഷത്തിൻ്റെ തന്ത്രം തന്നെയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ സഭയ്ക്കുള്ളിൽ പരമാവധി പ്രകോപിപ്പിക്കാൻ, ഭരണപക്ഷത്തെ പ്രകോപിപ്പിക്കാനും ഒക്കെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഇത്രയും കടുത്ത ഒരു പ്രയോഗം നടത്തേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ അവിടുത്തെ ഒരു പെർഫോമൻസ് കൊണ്ടാണല്ലോ. തീർച്ചയായും അതിൽ കായികമായ പെർഫോമൻസ് കൊണ്ടാണെങ്കിൽ അങ്ങനെയും ഈ കായികമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ എല്ലാവരും എടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പ് ഈ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവരൊക്കെ പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ ഇതിനേക്കാൾ ശക്തമായി തന്നെ, അതായത് കെ എം മാണിക്കെതിരെ ഉണ്ടായ വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഈ എന്ന് പറയുന്നത് ടെലിവിഷൻ വന്നതിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിൽ നടന്നത് അതായിരുന്നു. അതുകൊണ്ട് അതിലൊരു പുതുമയില്ല. മാത്രമല്ല ഇപ്പോൾ 70കളിൽ മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സഭയിലെ രൂക്ഷമായ പ്രതിഷേധങ്ങളും സസ്പെൻഷനുകളും ഒക്കെ. 80കളിൽ എല്ലാ ദിവസവും തന്നെ ഈ പറഞ്ഞതുപോലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ഓടിക്കയറി എന്നുള്ളത് ആകാശവാണി വാർത്തയിലെ സ്ഥിരം കേൾക്കുന്ന ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് ഇതിൽ ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ കാലത്ത് കുറെ കൂടി ആളുകൾ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മളിപ്പോൾ ഈ സഭയ്ക്കുള്ളിലെ വലിയ അക്രമ സംഭവങ്ങൾ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് കണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കെ എം മാണിയുടെ ബജറ്റ് അവതരണ ദിവസം നടത്തിയ വലിയ പ്രതിഷേധങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന മട്ടിൽ തന്നെ കാണണമായിരുന്നു സർക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കടുത്ത പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് ഈ ഓരോ പ്രയോഗവും ഓരോ ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അടുത്ത ദിവസത്തേക്കുള്ള ഊർജ്ജമാണ്. ആ നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞു. സത്യത്തിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഇപ്പം 3 അടിയന്തര പ്രമേയമാണ് തുടർച്ചയായി അനുവദിച്ചത്. ആ 3 അടിയന്തര പ്രമേയങ്ങളുടെ ചർച്ചയിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമായിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടതുമാണ്, നോട്ടീസ് കൊടുത്തതാണ്. അതിൽ മുന്നോട്ട് ആ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അതങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും ചർച്ചയിലേക്ക് പോയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഓരോ ദിവസവും സഭാതലത്തിലും സഭയ്ക്ക് വെളിയിലും ചർച്ചയ്ക്കുള്ള വിഷയമായി എന്നുള്ളതാണ്. ഇനി ഈ സ്വർണ്ണപ്പാളി വിഷയത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ സ്വർണ്ണ മോഷണത്തിലേക്ക് വന്നാൽ, നമുക്ക് അത് സ്വർണ്ണ മോഷണമാണ്. ഞാനിപ്പോൾ ശ്രദ്ധിക്കരുത്, നമ്മുടെ തലക്കെട്ടിൽ അത് സ്വർണ്ണ മോഷണമാണ്, വേറെ ചിലർക്ക് സ്വർണ്ണ കൊള്ളയാണ്. ഇങ്ങനെ പല ആ പ്രയോഗത്തിൽ തന്നെ ഓരോ തരത്തിലാണത് പ്രയോഗിക്കപ്പെട്ടു പോകുന്നത്. ഈ ഓരോ ദിവസവും ഇത് നീളും തോറും അതിൻ്റെ ആഘാതശേഷി പരമാവധി വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നു. മാധ്യമങ്ങളിൽ അത് അങ്ങനെ തന്നെ വരിക. ഞാൻ ഇന്നലെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു ചർച്ച കുറച്ച് ഭാഗം കണ്ടു. അതിനകത്ത് ഈ സർക്കാരല്ലേ 1.5 കിലോ സ്വർണം കട്ടത് എന്ന് അവതാരകൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവതാരകൻ ചോദിക്കുകയാണ്, ഈ സർക്കാരല്ലേ 1.5 കിലോ സ്വർണം കട്ടത് എന്ന്. എവിടെ സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ അതിലേക്ക്, ആ ചർച്ചയിലേക്ക് ഈ ദിവസത്തെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് സഭയിലെ ഈ ബഹളങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കൊണ്ടുപോകും. അതെ, മാധ്യമങ്ങൾ ആ നിലയ്ക്ക് തന്നെ കൊണ്ടുപോകും. വേറൊരു തലക്കെട്ട്, ഇന്നൊരു മാധ്യമത്തിന്റെ തലക്കെട്ട് കേട്ടത് മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള വിവാദം കത്തി നിൽക്കെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കാണാൻ ഡൽഹിയിൽ.
അങ്ങനെയാണ് ഒരു പത്രത്തിന്റെ തലക്കെട്ട് തന്നെ. രണ്ട് വാചകങ്ങൾ തെറ്റില്ല, പക്ഷേ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഒരെണ്ണം അതിലേക്ക് പതിയെ തിരികെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ഈ സംഗതി പൊലിപ്പിക്കാൻ തക്ക വണ്ണമുള്ള ഒരു സാധ്യത പ്രതിപക്ഷം കണ്ടു. അതിൽ പ്രതിപക്ഷം വിജയിക്കുകയും ചെയ്തു. കാരണം മാധ്യമങ്ങൾ ഈ മട്ടിൽ ഇതിനെ കൈകാര്യം ചെയ്തുകൊള്ളുമെന്ന് പ്രതിപക്ഷത്തിന് അറിയാം. സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുക കൂടി. അതുകൊണ്ട് സ്വർണ്ണമെന്ന് കേൾക്കുമ്പോൾ നന്നായിട്ട് അത് തലയിൽ ബൾബ് പോലെ ഭിന്നും. ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത് ഈ ഇന്നലെ നടന്ന ഒരു ചർച്ച ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഞാൻ കണ്ടതാണ്. ആ ചർച്ചയിൽ വാതിൽ, കട്ടള എല്ലാം പോയി എന്നിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഏതേത് വസ്തുതയുടെ അടുത്ത് നിന്നുകൊണ്ടല്ല ഈ ചർച്ചയൊന്നും പോകുന്നതെന്നുള്ള വലിയ പ്രശ്നമുണ്ട്. സത്യവുമായി ചേർത്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ പരിഹസിക്കപ്പെടുമല്ലോ എന്നുള്ള വിഷമമാണ് എനിക്ക്. പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് കഴിഞ്ഞ തവണ നമ്മളെപ്പോലുള്ള ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വസ്തുതയിൽ നിന്നിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുറാനിൽ സ്വർണ്ണക്കടത്ത്, ഈത്തപ്പഴത്തിൽ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ അടക്കം അവർക്ക് തിരിച്ചടി ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. കാരണം ഇതിൽ തന്നെ ഇത് പ്രതിപക്ഷത്തെ വസ്തുത പറഞ്ഞാൽ മതി. പ്രതിപക്ഷത്തെ മാധ്യമങ്ങൾ കുഴപ്പത്തിലാക്കി സംഭവിച്ചത് കഴിഞ്ഞ തവണ അതായിരുന്നു, വർഷം ഓർമ്മയുണ്ടല്ലോ. അത് തന്നെ സംഭവിക്കുക. ഇത് ഇന്നലെ ചർച്ചയിൽ കട്ടളയും വാതിലും കൊണ്ടുപോയില്ലേ, കൊണ്ടുപോയില്ലേ സർക്കാർ. കട്ടളയും വാതിലും അവിടെ സ്ട്രോങ് റൂമിൽ ഇരിക്കുകയാണ്. സ്ട്രോങ് റൂം അല്ലാത്ത വേറൊരു മുറിയിലാണെന്നാണ് മറ്റേ മുരാരി ബാബു പറഞ്ഞത്. എന്തായാലും അവിടെ ഇരിപ്പുണ്ട്. അന്ന് ഈ വിജയ് മല്യ പൊതിഞ്ഞ കട്ടളയും വാതിലും അവിടെ ഇരിക്കുമ്പോഴാണ് അത് സർക്കാർ കട്ടുകൊണ്ടുപോയി എന്ന് ഒരു സംശയവുമില്ലാതെ ഒരു മാധ്യമം ഇരുന്ന് പറയുന്നത്. അവിടെയാണ് കുഴപ്പം. എന്താണ്, ആളുകളുടെ മനസ്സിൽ അതാണ് പതിയുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥരൊക്കെ കൊടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇത് സ്വർണം പൂശിയതാണെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടെത്തലോ ഇത് മങ്ങിപ്പോയെന്നോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ പരിഹാസ്യരാകും. അതിനപ്പുറം സത്യത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിനെ ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തക്കവണ്ണമുള്ള യഥാർത്ഥമായ വസ്തുതകൾ പറഞ്ഞു പോയാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് ഈ വാർത്തകളുടെ ഈ വളർച്ചയിൽ എനിക്കതാണ് തോന്നുന്നത്. ഇതിനു മുമ്പും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴൊക്കെ അതാത് കാലത്തെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ചർച്ചകളിലേക്ക് പ്രതിപക്ഷം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ മട്ടിൽ തന്നെ സംഭവിക്കുമായിരുന്നുള്ളൂ ഭരണപക്ഷം ഇത്രയും പ്രകോപിതരായി പ്രതികരിക്കാതിരുന്നതെങ്കിൽ. അതൊന്നും ഒരു വശം പ്രതിപക്ഷത്തെ കുഴപ്പത്തിലാക്കുന്നത് മാധ്യമങ്ങളുമാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മഹാമേരു സമാനരായ നേതാക്കളുടെ ഉശിരൻ പ്രസംഗങ്ങളും തർക്കങ്ങളും വാഗ്വാദങ്ങളും കേരള നിയമസഭയിൽ മുഴങ്ങിയിട്ടുണ്ട്. മഹാനായ EMS വിക്ക് എന്ന സംസാര തടസ്സത്തെ അതിജീവിച്ചാണ് ഉജ്ജ്വല നിയമസഭാ പ്രസംഗങ്ങളിലൂടെ നാടിൻ്റെ സാമൂഹ്യ മനസ്സിനെത്തോട്ടത്. അതിന് നേരെ മറുപുറവുമുണ്ട്. KR ഗൗരിയമ്മ അടക്കം സഭാതലത്തിൽ ജാത്യാധിക്ഷേപം പോലും നേരിട്ടിട്ടുണ്ട്. അങ്ങനെ എണ്ണിത്തീരാനാകാത്ത നല്ലതും മോശവുമായ എത്രയോ ഏടുകളിലൂടെ പരിണമിച്ചാണ് നമ്മുടെ ജനാധിപത്യ ശീലങ്ങൾ പക്വമായത്. പഴയ ചില ഭാഷാപ്രയോഗങ്ങളെ നവകാലത്തിൻ്റെ രാഷ്ട്രീയ ശരികളുടെ വെളിച്ചത്തിൽ വായിച്ച് അതിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വേണ്ടെന്ന് മാറ്റിവെച്ചതാണ്. ഭാഷയിലെ സൂക്ഷ്മമായ ശരികേടും അനീതിയും തിരിച്ചറിയപ്പെടുന്ന കാലമാണിത്. പ്രായമുള്ളൊരു നാട്ടുമനുഷ്യൻ്റെ മൊഴിവഴക്കം എന്ന ആനുകൂല്യം ചിലപ്പോൾ വ്യക്തികൾക്ക് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അത് കിട്ടില്ല. ആശയങ്ങൾക്കൊപ്പം നമ്മുടെ എല്ലാം ഭാഷയും പരിപക്വമാവട്ടെ. ഒന്നുകൂടി, ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം നാളെ മുതൽ പൂർണ്ണതോതിൽ തുടങ്ങുകയാണ്. ഉപ്പുതിന്ന സകലരും വെള്ളം കുടിക്കട്ടെ.